വചനമൊഴി ഡിസംബർ 20. വചനഭാഗം ഗലാത്തി 4:12-20, യോഹന്നാന്റെ സുവിശേഷം 3:22-30. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് ഈശോയും സ്നാപയോഹന്നാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. സ്നാപയോഹന്നാന്റെ അടുത്ത് ആളുകൾ വന്ന് ഈശോയെ കുറിച്ച് പറയുന്നു. ആളുകളെല്ലാവരും ഈശോയുടെ പിന്നാലെ പോവുകയാണ്. നീ സാക്ഷ്യപ്പെടുത്തിയവന്റെ പിന്നാലെ എല്ലാവരും പോകുന്നു. യോഹന്നാൻ അവരോട് പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ഞാൻ മിശിഹായല്ല, പ്രത്യുത അവന് മുൻപേ അയക്കപ്പെട്ടവനാണ്. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം എന്നാണ് സ്നാപയോഹന്നാൻ പറയുന്നത്. മിശിഹായിക്ക് സാക്ഷ്യം നൽകുവാൻ വന്ന സ്നാപകന്റെ വാക്കുകൾ യഥാർത്ഥമായി ഒരു ക്രിസ്തു ശിഷ്യന് ഉണ്ടായിരിക്കേണ്ട ആത്മീയതയിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഈശോ വളരുക, ഞാൻ കുറയുക. മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടി, മനുഷ്യകുലത്തെ ദൈവോന്മുഖമായി വളർത്തുവാൻ വേണ്ടി ദൈവമായിരുന്നവൻ സ്വയം ശൂന്യവൽക്കരിച്ച് ചെറുതായി മനുഷ്യരുടെ ഇടയിൽ രൂപമെടുത്തതാണല്ലോ ക്രിസ്തുമസ്. അതുകൊണ്ട് തന്നെ ഈശോയുടെ പിറവി നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും മനുഷ്യകുലത്തെ വളർത്തുവാൻ വേണ്ടി സ്വയം ശൂന്യമായ ഈശോയിലാണ്. അവിടുന്ന് ചെറുതായി നമ്മെ വളർത്തുവാൻ വേണ്ടി. സ്നാപകൻ പറയുന്നതും ഈശോ ആഗ്രഹിക്കുന്നതും നാം വളരണമെന്നാണ്. നമ്മിൽ മിശിഹ വളരണം, ഈശോ വളരണം. നമ്മിൽ മിശിഹ വളരണം, ഞാനെന്ന ഭാവം ശൂന്യവൽക്കരിക്കണം. സ്നാപകയോഹന്നാൻ പറയുന്ന ഈ ആത്മീയതയാണ് ഓരോ ക്രിസ്തു ശിഷ്യനും ഉണ്ടായിരിക്കേണ്ടത്. മിശിഹായെ ലോകത്തിന് നൽകുവാൻ വേണ്ടി, മിശിഹായിലേക്ക് വളരുന്നതിനു വേണ്ടി സ്വയം ശൂന്യമാക്കുക, എളിമപ്പെടുത്തുക, ഞാനെന്ന ഭാവത്തെ വെടിഞ്ഞ് മിശിഹ എന്നിൽ രൂപപ്പെടണം. പൗലോസ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നതും മിശിഹ നമ്മിൽ രൂപം കൊള്ളണമെന്ന. പൗലോസ്ലീഹ പറയുന്നു, മിശിഹ നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ ഞാൻ വീണ്ടും നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. ഇന്ന് തിരുവചനം നമ്മോട് ആവശ്യപ്പെടുന്നത് മിശിഹ നമ്മിൽ രൂപം കൊള്ളണം, മിശിഹ നമ്മിൽ വളരണം. മിശിഹ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. അതാണ് യഥാർത്ഥ ആധ്യാത്മികത. നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ പുൽക്കൂടുകളായി മാറ്റിക്കൊണ്ട് മിശിഹായ്ക്ക് പിറക്കുന്നതിനും മിശിഹ നമ്മിൽ വളരുന്നതിനും ഈ ക്രിസ്തുമസ് കാലത്ത് അവസരമൊരുക്കാം. എന്നിൽ അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. ഞാൻ എന്ന ഭാവത്തെ ഈശോയിലേക്ക് സമർപ്പിച്ച് ഈശോയോടൊപ്പം വളരുവാൻ നമുക്കും കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.